ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നെന്തായാലും വന്നേക്കണ ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡുമായിട്ടാണ് ഗായ്സ് നമ്മൾ ഇന്ന് എന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡ് 6 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലീസുകാരും അതൊക്കെയാണ് എന്തായാലും നേരെ പ്രിസണിലോട്ട് എന്തായാലും കൊണ്ടുവന്നിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രിസണിൽ കൊണ്ടുവന്നിട്ട് എന്നെ നേരെ എന്ത് ചെയ്ത് ഇവിടെ കയറ്റി പിടിച്ചിട്ടാണ് കിട്ടും. ഓക്കെ, അയ്യോ, അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഓക്കെ, എന്ത് കഷ്ടമാണ് കേസ്, ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഈ പാവമായ എന്നെ പ്രിസണിൽ പിടിച്ചിട്ട്. ഓക്കെ, അതാണ് ഉണ്ടായത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രിസണിൽ ഞങ്ങളൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്തുണ്ടായെന്ന് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി കാണും. ഞാനാണെങ്കിൽ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് ചാടി തന്ന് പോലീസുകാരെന്നെ പിടിച്ച് നേരെ പ്രിസണിൽ കൊണ്ടിട്ട്. ഓക്കെ, അതൊക്കെയാണ് ഉണ്ടായത്. ഓക്കെ, എന്ത് വലിയ കഷ്ടമാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ പ്രിസണിൽ നമ്മുടെ ഒരു ജയിൽ പുള്ളിയുടെ ഒരു വേഷമൊക്കെ ഇട്ട് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ, എനിക്കാണിതാണ് ഒട്ടും ചേർന്നുമില്ല കോപ്പ്. ഓക്കെ, ഇത് നമ്മുടെ വണ്ടിയല്ലേ, യവന്മാരിപ്പോൾ കൊണ്ടുവന്നതിനാ? ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ രാത്രി ഉറങ്ങി കിടന്നപ്പോൾ യവന്മാർ നമ്മളറിയാതെ കൊണ്ടുവന്നായിരിക്കും. ഓക്കെ, നമ്മുടെ GTR ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ പ്രിസണിൽ നിന്ന് ചാടണം. ഓക്കെ, അതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ആകെയുള്ള എൻ്റെ ഒരു സമാധാനം എന്ന് വെച്ചാൽ മറ്റേ ടൈപ്പ് സെല്ലല്ല. ഓക്കെ, പക്ഷേ മറ്റേ ടൈപ്പ് അല്ലെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ നിന്നെടുത്ത് ചാടി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായി, അതാണ് വേറെ കുഴപ്പം. ഓക്കെ, അതാണ് ആകെയുള്ള ഒരു പ്രശ്നം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്ത് ചാടി കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഡെഡായി പോവും, അതാണ് വേറെ കുഴപ്പം. ഓക്കെ ഓക്കെ എൻ്റെ ഒരു നൈസ് ഐഡിയ ഉണ്ട്. നമുക്കാണെങ്കിലല്ലേ, നമ്മുടെ കയ്യിലാണെങ്കിൽ, പക്ഷെ ഇപ്പോൾ വെപ്പൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വെപ്പൺ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ കൈയും കാലൊക്കെ വെച്ച് നമുക്ക് പോലീസുകാരുടെ വണ്ടി അങ്ങ് നൈസായിട്ട് അങ്ങ് അടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് അങ്ങ് വെപ്പൺസ് അങ്ങ് എടുക്കാം. ഓക്കെ, ഇവന്മാരെ വണ്ടിയിലാണെങ്കിൽ പിന്നെ നിറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ എന്തായാലും കാണും കേസ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ, ഇഷ്ടം പോലെ വെപ്പൺസും കാര്യങ്ങളൊക്കെ കാണും. പോലീസുകാരല്ല, അപ്പം ഇഷ്ടം പോലെ കാണുമായിരിക്കും. ഓക്കെ ഓക്കെ കൂടുതൽ വെപ്പൺ കാണാനായിട്ട് ചാൻസ് എനിക്ക് തോന്നുന്നു ആ ഒരു ഫോർച്യൂണേഴ്സിലായിരിക്കും. ഓക്കെ, ഈ സ്വർണ്ണ വണ്ടിയിൽ ഒരു വെപ്പൺ വയ്ക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അവർക്ക് നന്നായിട്ട് അറിയാം ചിലപ്പോൾ കള്ളന്മാരെ ഇതൊക്കെ അടിച്ച് പൊട്ടിക്കുമെന്ന്. ഇതിൽ വയ്ക്കാൻ ചാൻസ് ഇല്ല, മിക്കവാറും ഈ വണ്ടികളായിരിക്കും. ഓക്കെ, ഇതിലേതിലോ ഒന്നിലവന്മാർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ രണ്ടിലും കാണും. നമുക്കതല്ല ഈ ലെജൻഡറിൻ്റെ ചില്ല് ഫസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇടിക്ക്. ഓക്കെ ഓക്കെ ഇവിടെ ഞാൻ കുറേ നേരമായിട്ട് ഇടിച്ചിടിച്ച് ഏകദേശം ഡോറൊക്കെ ചപ്പിയിട്ടുണ്ട്. ഓക്കെ, ലോക്ക് പൊട്ടിയിട്ടുണ്ട്, നമ്മളെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളൊക്കെ പറക്കാൻ എടുക്കാം. ഓക്കെ ഗായ്സ്, നമുക്കങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടി. അത് മാത്രമല്ല നമുക്ക് കുറേ ബോംബുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് പിസ്റ്റല്, സ്നൈപ്പർ, പിന്നെ AK-47, പിന്നെ ഇഷ്ടംപോലെ ബോംബ്, പിന്നെ റോക്കറ്റ് ലോഞ്ചർ. ഓക്കെ, നമുക്ക് ഈ റോക്കറ്റ് ലോഞ്ചറാണ് ധാരാളം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ ഈസി ആയിട്ട് അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വലുതായിട്ട് പോലീസുകാരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നൈസായിട്ട് അങ്ങ് നമ്മുടെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ പോലീസൊന്നും ഇല്ലല്ലോ, നമ്മളിപ്പോൾ വണ്ടി എടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഫ്രണ്ടിൽ കൊണ്ട് ഇടിച്ചേറ്റി തരും. ഓക്കെ, നമുക്കങ്ങനെ നൈസായിട്ട് നമ്മുടെ പണി തുടങ്ങാമോ. നമ്മളങ്ങനെ ഒരു വണ്ടിയെ വെടിച്ച് പൊട്ടിച്ച് നമുക്ക് ഈ ഫോർച്യൂണറിനെ അങ്ങ് പൊട്ടിച്ചളയാം. ഓക്കെ, ഇതില്ലെങ്കിൽ നമുക്ക് ഇത് മാറ്റിയാലേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, നമ്മളതിൻ്റെ ലെജൻഡറിൻ്റെ താക്കോല് നമ്മൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഉണ്ട്, അതല്ലാതെ തന്നെ ഏതാണ് ഫുള്ളായിട്ട് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ലോക്കും സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതല്ലാതെ തന്നെ ഇളക്കി നമുക്ക് ഓടിക്കാം. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ എന്തായാലും പോലീസിൻ്റെ എല്ലാ വണ്ടിയും പൊട്ടിച്ചളയാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ വണ്ടികൾ വെച്ച് സൂക്ഷിക്കണ്ട. ഓക്കെ
ഇപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇനി ഇതും കൂടെ പൊട്ടിക്കണം. അത് നമുക്ക് അവസാനം എല്ലാം പൊട്ടിക്കും. ഓക്കെ, നമുക്ക് നൈസായിട്ട് ബോംബ് എടുത്തിടാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ പോലീസുകാർ ഏകദേശം അലേർട്ടായെന്ന് തോന്നുന്നു. ചെറിയ സൗണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ അവന്മാരെ ലെജൻഡറിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇതിലിടാൻ മറന്നേ. കത്തിക്കുമ്പോൾ എല്ലാം അങ്ങ് ഒരുമിച്ചാണ് കത്തിക്കണം, എന്നാലൊരു സുഖമുള്ളൂ. ഓക്കെ, ഞാൻ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലെല്ലാം വീണാന്തോ, എന്നാ തീർന്ന്. അയ്യോ, ഞാൻ ഇതെന്ത് കാണിക്കണ? ഒരു സ്റ്റിക്കി ബോംബ് ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ലോക്ക് പൊട്ടിപ്പോയി. ബെസ്റ്റ്. ഇവിടുത്തെ പോലീസുകാരുടെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല കാര്യം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങ് ഇറങ്ങാം. ഓക്കെ, എന്നിട്ട് നമുക്കങ്ങനെ നൈസായിട്ട് അങ്ങ് പൊട്ടിച്ചളയാം. ഓക്കെ, നമ്മുടെ പ്രതികാരമാണ് മോനെ ഇത്. നമ്മുടെ വണ്ടിയെ ഇടിച്ച് നശിപ്പിച്ചതിനുള്ള പ്രതികാരമാണ്. നോക്കോ, ഓ പൊട്ടിത്തെറിച്ചേ 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 പൊട്ടിത്തെറിച്ചേ. ഓക്കെ, അങ്ങനെ അവന്മാരെ എല്ലാ വണ്ടികളും നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ GTR എടുത്തുകൊണ്ട് അങ്ങ് നൈസായിട്ട് അങ്ങ് ഇവിടെ നിന്ന് ചാടാം. ചാടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഡെഡായി പോകും, അതാണ് വേറെ കുഴപ്പം. ഓക്കെ, വണ്ടി എടുത്ത് ചാടിയാലും ചിലപ്പോൾ വണ്ടി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇറക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, മിക്കവാറും പോണ വഴിക്ക് ഫുള്ള് പോലീസായി. ഓക്കെ, എനിക്കിവിടെ ഇപ്പോൾ എന്തായാലും 2 സ്റ്റാർ വാണ്ട ലെവലിൽ ഞാൻ കിട്ടി. എൻ്റെ മോനെ, നൈസായിട്ട് പണി പാളി. ഇവിടെ പോലീസുകാർ നേരെ നിൽക്കുകയാണ്. നമുക്ക് നൈസായിട്ട് വണ്ടി പുറകോട്ട് എടുക്കാം. നമുക്ക് നൈസായിട്ട് ഇപ്പം തന്നെ എല്ലാ എണ്ണത്തിനും അങ്ങ് അടിച്ചങ്ങ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ പോകാനായിട്ട് സമ്മതിക്കത്തില്ല. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ഇവിടെ ഇപ്പോൾ എല്ലാ എണ്ണത്തിനെ അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും എല്ലാ വണ്ടികളും അങ്ങനെ നൈസായിട്ട് അങ്ങ് പൊട്ടിച്ചളയും. ഓക്കെ, മാർക്ക് എന്തിന് വണ്ടികളൊക്കെ നമുക്ക് പോകാനായിട്ട് സമയം ഇതായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ വേറെ പോലീസുകാരോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഗൈസ്, അവിടെ ഇഷ്ടം പോലെ പോലീസുകാർ കണക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും എല്ലാത്തിനും അങ്ങ് അടിച്ചും കൊടുക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം എല്ലാത്തിനും അങ്ങ് അടിച്ചിടുകയാണ്. ഓക്കെ, ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാർ കണക്കെ നിൽക്കുകയാണ്. എൻ്റെ അമ്പോ എന്തോന്നടേ, വനിതാ പോലീസ്, എല്ലാ ടൈപ്പിലുള്ള പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നടാവേ, 3 സ്റ്റാർ വാണ്ട ലെവൽ കിട്ടി. നൈസായിട്ട് പണിപ്പാളി. ഇതും എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഓടിക്കളയാം. ഇവിടെ ഇഷ്ടംപോലെ പോലീസുകാർ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ. ഓക്കെ, പക്ഷെ അത് നോക്കാൻ സമയമല്ല. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പം തന്നെ 3 നേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതവന്മാർ എന്നെ വെടിവെച്ചോണ്ടാണ്. ഓക്കെ, അല്ലാതെ ഞാൻ ചുമ്മാ കൊന്നല്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് മാക്സിമം രക്ഷപ്പെടാൻ നോക്കാം. ഓ, ഇങ്ങനെയാണ് നമ്മൾ ഒരിക്കൽ ഒരുത്തൻ്റെ കയ്യിൽ പെട്ടത്. ഓക്കെ, എൻ്റെ മോനെ, അവന്മാർ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇടിച്ച് മറിക്കുമല്ലോ. ഓക്കെ, മാക്സിമം നമുക്ക് പോലീസുകാരുടെ അടുത്ത് പോവാതെ കൂടെ നമുക്ക് പോവാം. നമുക്കൊരു സീക്രട്ടായുള്ള എന്തെങ്കിലും ഒരു ഇവന്മാർ നമ്മൾ എടുത്തിട്ട് മറിക്കുകയാണ്. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് മാക്സിമം റോഡിൽ കയറണ്ട. റോഡിലാണ് ഇവന്മാർ കൂടുതലും ഉള്ളത്. 3 സ്റ്റാർ വാണ്ട ലെവലുണ്ട്. കോപ്പ് ഇതും എനിക്ക് തോന്നില്ല. നമ്മൾ അത്രയും വരെ കൊല്ലണ്ടായിരുന്നു. 2 എണ്ണത്തിനെ അടിച്ചിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ മിക്കവാറും പോലീസാണ്. ഒരിക്കൽ നമ്മൾ ഇവിടെ വെച്ചാണ് കൊന്നത്. ഓക്കെ, ഈ വണ്ടിയാണെങ്കിൽ നേരെ ഓടണമില്ല. കോപ്പ് വണ്ടി. GTR ഏകദേശം പൊളിഞ്ഞ് തവിട് പൊടിയായിട്ടുണ്ട്. ഓക്കെ, ഫുൾ 3 സ്റ്റാർ വാണ്ട ലെവലിങ്ങളൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ഗോൾഡ് ഡയമണ്ട്സ് എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഇവന്മാരെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, ഇവന്മാരെ എനിക്ക് തോന്നണില്ല നമ്മളെ വെറുതെ വിടുമെന്ന്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കയറുമ്പോൾ ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്തോ ബ്രിഡ്ജ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നണേ. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇവന്മാരെന്നാലും ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും ഒരിക്കലും ജന്മത്തിൽ പോലും അവന്മാർക്ക് വരാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങ് ഹൈഡായി നിൽക്കാം. നമ്മുടെ 2 വാണ്ട ലെവലിങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തായാലും പക്ഷേ പോലീസുകാരോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും അവന്മാർ ഒരിക്കലും കയറാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഉറപ്പാണ്. ഓക്കെ, 100% ഉറപ്പാണ്. ഇനി അവന്മാർ വല്ലതും കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് എന്തായാലും നോക്കാം. താഴെ വാണ്ട ലെവലിങ്ങളൊക്കെ ഇപ്പോൾ 2 എണ്ണം നിൽപ്പുണ്ട്. അതിൽ നിന്ന് ആ 2 എണ്ണം പോകണം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഗൈസ്. ഓക്കെ
ഓക്കെ, നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഈ വാണ്ടർ ലെവലൊന്ന് ഫസ്റ്റ് പോകണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. നമുക്കൊരു ഡ്രസ് ഷോപ്പിൽ കയറി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, വാണ്ടർ ലെവൽ പോയില്ലല്ലോ, ഇനി 2 വാണ്ടർ ലെവലുണ്ട്. ഓരോന്നോരോന്നായിട്ട് പോയിരുന്നെങ്കിൽ ഇത്തിരി സമാധാനമായിരുന്നേ. നമുക്ക് ഈ സൈഡൊക്കെ പോവായിരുന്നു. താഴെ കംപ്ലീറ്റ് പോലീസാണ്. താഴെ മാത്രമല്ല, സിറ്റി ഫുള്ള് പോലീസാണ്. നമ്മൾ 3 പോലീസുകാരെയാണ് നമ്മൾ കൊന്നവൻ. ഓക്കെ ഓക്കെ, ഇതുവരെയായിട്ട് ഈ സാധനം പോണില്ല കേട്ടാ. ഓക്കെ ഓക്കെ ഗൈസ്, അതിൽ നിന്ന് ഒരു വാണ്ടർ ലെവൽ പോയിട്ടുണ്ട് ഇപ്പോഴായിട്ട്. ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട്, ഒരു സ്റ്റാറും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊന്ന് പെട്ടെന്നൊന്ന് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നുണ്ട്. ചെറുതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതൊന്ന് പോട്ടെ. എന്നിട്ട് ഞാൻ എന്തായാലും വണ്ടികളൊക്കെ എടുക്കാം. നമ്മളിവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഈ വാണ്ടർ ലെവലിൽ പോയാലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഈ വാണ്ടർ ലെവലിൽ പോയാലും കൊള്ളാം. നമുക്ക് എന്തായാലും വാണ്ടർ ലെവലിൽ പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് ഹൈഡായിട്ട് നിൽക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരിടത്ത് ഹൈഡ് നിൽക്കണം. അവന്മാർക്ക് ഒരിക്കലും ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും കയറാൻ പറ്റത്തില്ല. ഓക്കെ, അതെന്തായാലും ഉറപ്പാണ്. ഓക്കെ, കുറച്ച് ബാക്കോട്ട് എടുത്തിടാം വണ്ടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് വാണ്ടർ ലെവലിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഇതുവരെയായിട്ട് എന്തായാലും വേറെ വാണ്ടർ ലെവലോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണ്ട. ആ ഒരു വാണ്ടർ ലെവലിൽ ഞാനൊക്കെ ഉണ്ട്. ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും എല്ലാം കുളമായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. പിന്നെ ഈ വണ്ടിയുടെ പെയിൻറ്റ് നമുക്ക് പഴയതുപോലെ ഏതാണ് ബ്ലൂവും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അടിക്കാം. അതേ ഇനി നടക്കത്തുള്ളൂ, ആകെയുള്ള വഴിയും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരു തേങ്ങ നടക്കത്തില്ല. നമുക്ക് നമ്മുടെ വീട്ടിലും പോകണം. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ ജയിലിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഈ വാണ്ടർ ലെവൽ ഭയങ്കര സ്ലോയിലാണ് മൂവ് ആവണം. ഓക്കെ, ഇത് കണ്ട പോണേ ഇല്ല കണ്ട. ഓക്കെ, വാണ്ടർ ലെവൽ പോയാലേ നമുക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, വാണ്ടർ ലെവൽ പോയെന്ന് തോന്നണം. യെസ് ഗൈസ്, വാണ്ടർ ലെവൽ പോയി. ഓ, രക്ഷപ്പെട്ട്. വാണ്ടർ ലെവൽ പോയി. ഇനി നമുക്ക് പതുക്കെ വണ്ടി വേണമെങ്കിൽ ഇറക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് നൈസായിട്ട് സ്പീഡിലൊന്ന് ഇറക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഇറക്കി. ഞാൻ വിശ്വസിക്കുന്നത് പോലീസില്ലാന്ന്. ഓക്കെ, എനിക്ക് ഇറങ്ങിവിടാം. ഓക്കെ ഓക്കെ, ഇവിടെ പോലീസുകാരെ ഒന്നും തന്നെ ഇല്ല, എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ പോലീസുകാർ നിൽപ്പുണ്ട്. പക്ഷേ അവന്മാരെന്നെ ജസ്റ്റ് ചെക്ക് ചെയ്യണതേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ അവന്മാരെന്നെ പിടിക്കാനൊന്നും പോകണമെന്നില്ല. അത് അവന്മാരെ കൊണ്ട് ജന്മത്തിൽ നടക്കില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും വരാൻ കഴിയും. ഓക്കെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ അതിന് സീനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയി എന്തായാലും ചേഞ്ച് ചെയ്തിട്ടല്ലേ. ഇവിടെ ഡ്രസ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഞാൻ. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു മാസ്ക് ഒക്കെ എടുത്തിട്ട്, പിന്നെ നമ്മുടെ നേരത്തെ നമ്മളെല്ലാം മാസ്കും കണ്ണാടിയും ഗ്ലാസ്സസും എല്ലാം ഉള്ളതാണ്. എല്ലാം അവന്മാർ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇഷ്ടംപോലെ ഗണ്ണും ബോംസും എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അറ്റാക്കൊക്കെ ഉണ്ടല്ലാണ്ട് അങ്ങ് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകാൻ കഴിച്ചു. ഓക്കെ, നമ്മുടെ വീടിന് എന്ത് കോലയിൽ കിടക്കണമെന്ന് എനിക്ക് ഒരു പിടിയും തന്നില്ല. അവന്മാർ ചിലപ്പോൾ ഇൻസ്പെക്ഷൻ ചെക്കിങ്ങിനും ബാക്കി കാര്യത്തിന് വീട്ടിൽ പോകും. പക്ഷെ വീട്ടിൽ പോയാലും അവന്മാർക്കൊരു തേങ്ങ കിട്ടത്തില്ല. എല്ലാം ഞാൻ എൻ്റെ പൈസയ്ക്ക് വാങ്ങിച്ചതാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് നടത്തിയ റോബറി കാർ അടിച്ചു മാറ്റിയതാണ്. പിന്നെ ആ ബാങ്ക് റോബി ഇതും കൂടെയാണ് ഗൈസ്. ഓക്കെ, പക്ഷേ ഇതെന്താ സ്കോർപ്പിയോ കണ്ടോ സ്വിമ്മിംഗ് പൂളിൽ കിടക്കണ. ഇതെന്ത് പറ്റിയ ഇവന്മാരെന്തോ ചെയ്തു നമ്മുടെ വീട്ടില്. വണ്ടിക്ക് വെള്ളത്തിൽ കിടക്കണ്. എൻ്റെ മോനെ, നമ്മുടെ കവാസാക്കി നിഞ്ച ZX 10R
എല്ലാ വണ്ടിയും പുകയാണ് കിടന്ന്. ഇവന്മാര് ഫുള്ള് എല്ലാത്തിനും എടുത്തിരുന്ന് അടിച്ച് പൊട്ടിച്ച്. നമ്മുടെ സൈക്കിളൊക്കെ കിടക്കണ, വണ്ടിയുടെ ഡോറൊക്കെ കിടക്കണ. എനിക്ക് ഇവന്മാരെന്താണോ വണ്ടി എടുത്ത് ഓടിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ RC ഒക്കെ ഇവിടെ കിടന്ന് പുകയാണ് കിടന്ന്. സ്പ്ലെൻഡർ താണ്ടി മരത്തിൻ്റെ ഇടയിൽ കിടക്കുകയാണ്. ഫുള്ള് അടിച്ച് പഞ്ചറായിട്ടുണ്ട് ഈ സ്പ്ലെൻഡറൊക്കെ. ഇവന്മാര് നമ്മുടെ വീട്ടിൽ കയറി അറ്റാക്ക് നടത്തി കേട്ടോ. ഇവന്മാരെ കാര്യം പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാ. വീട് കംപ്ലീറ്റ് നശിപ്പിച്ച്. ഞാൻ ഇത്രയും ആഗ്രഹിച്ചു വാങ്ങിച്ച വണ്ടി, അതിൻ്റെ അവസ്ഥ നോക്ക്. അവനടി മറിച്ചിട്ട് അവന്മാര്. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഒതുക്കി എല്ലാം അടുക്കി വെച്ചാണ്. സൈക്കിളൊക്കെ അങ്ങോട്ട് വെച്ചാണ്. ഇതാ ഇവിടെ ഈ ഷെഡിലല്ല ഫ്രണ്ടിൽ കിടന്ന വണ്ടിയാണ് അങ്ങ് കിടക്കണത്. ഇത് ഇവിടെ മര്യാദ കിടന്നാണ്. ഇതിനെല്ലാം ഇങ്ങനെ മറിച്ചിട്ടാന്തോ. സ്കോർപ്പിയോ ഫ്രണ്ടിലാണ് കിടന്നത്, അത് ഷെഡിലല്ലായിരുന്നു. ഷെഡിൽ GTR ആയിരുന്നു. അതിനാണ് അവിടെ നിന്ന് എടുത്തത് കേട്ടോ. നമ്മുടെ ആ സ്കോർപ്പിയോ അവിടെ ആയിരുന്നു, എൻ്റെ ഫ്രണ്ടിലായിരുന്നു കിടന്നത്. അതിനെടുത്തവന്മാർ സ്വിമ്മിങ് പൂൾ എടുത്ത് മറിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പരിപാടിയുണ്ട്. ഓഫ്, എല്ലാം നശിപ്പിച്ചേക്കാണ്. ഡോറൊക്കെ തുറന്നു കിടക്കാണ്. ഓഫ് എൻ്റെ മോനെ, ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ട കംപ്ലീറ്റ് പൊളിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ ഇതിൻ്റെ മണ്ടൊക്കെ വേറെ എന്തൊക്കെയോ വന്ന് വീണേക്കാണ്. ഇതെന്താണ്? ഇതെന്തൊക്കെ എന്താ സാധനങ്ങള്? ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തൊക്കെ ഇരിക്കണ്? ഓ, സീലിംഗ് എല്ലാം കൂടെ ഇളകുന്നുണ്ട്. ഇവന്മാര് ഫുള്ള് ബോംബിട്ട് എന്തുകൊണ്ട് ഇവിടെ നിന്ന് പൊട്ടിച്ചതാണ്. അപ്പം കംപ്ലീറ്റ് സീലിംഗ് എല്ലാം കൂടെ ഇടിച്ച് താഴെ വീണെന്ന് തോന്നുന്നു. ഇവന്മാരെ കാര്യം ഇമ്മാതിരി ഇൻസ്പെക്ഷൻ ചെക്ക് നടത്തിയ. സാധാരണ കുറേ പേരാണെങ്കിൽ വണ്ടി തുറന്നു നോക്കും. പിന്നെ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഗ്ലാസ്സൊക്കെ ചിലപ്പോൾ പൊട്ടിക്കാൻ ചാൻസുണ്ട്. ഇത് ഡോറ്, ഗ്ലാസ്, ബമ്പർ എല്ലാം പൊളിച്ച് തവിട് പൊടിയാക്കി സ്വിമ്മിംഗ് പൂൾ എടുത്തിട്ടിരിക്കണത്. ഫെറാറി ആണെങ്കിൽ കൂടുതൽ ഡാമേജ് ആയത്. റൂഫ് ഫുള്ള് ചപ്പിപ്പോയി. ഇതിൻ്റെ ആണെങ്കിലാ 3 ഡോറും പോയി, ഗ്ലാസും പോയി, എല്ലാം പോയി. GTR പോട്ടെ, അത് ഞാൻ അടിച്ചു മാറ്റിയ വണ്ടിയാണ്. അത് മാത്രമല്ല, അത് അവരെ ഇടിച്ച് നശിപ്പിച്ചത്, അല്ലാതെ ഞാൻ ഇടിച്ച്. അവിടെ അങ്ങ് അടുക്കിയിട്ടിരുന്ന വണ്ടി സ്വിമ്മിംഗ് പൂളിൽ കിടക്കണം. നല്ല കാര്യം. ഇവന്മാരെടുത്ത് ഓടിച്ചെന്ന് തോന്നട്ടെ ഇതൊക്കെ. ഓഫ്, എന്ത് കഷ്ടമാണ്. ഇതൊക്കെ ഇനി റെഡിയാക്കണം. ഓക്കെ, അതാണ് വേറെ കുഴപ്പം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ വെബ് സീരീസ് വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഇതായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളാം. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിലും കിട്ടും. ഓക്കെ, എന്നാലും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പം വെബ് സീരീസ് 7ാമത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ എന്തായാലും നാളെ തന്നെ വരുന്നതാണ്. ഇത് പിന്നെ ഞാൻ എന്തായാലും നമ്മുടെ ഇനി 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ, അതെന്തായാലും തീരുന്നതാണ്, നമ്മുടെ ഒരു ഷോറൂമിൻ്റെ. ഓക്കെ, അപ്പം അത് കുറച്ച് സൂപ്പറായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത് വൈകിപ്പിച്ചത്. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.